സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ചതനുസരിച്ച് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗം പാലക്കാട് ജില്ലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഇന്ന് ഞങ്ങൾ ചേരുകയുണ്ടായി. പ്രധാനമായും ഈ കാലഘട്ടത്തിലെ നെല്ല് സംഭരണ രംഗത്ത് മില്ലുകാർ സ്വീകരിച്ച ഒരു തെറ്റായ നടപടിയുടെ ഭാഗമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മില്ലുകാർ ഉയർത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ യോഗം വിളിച്ചിരുന്നു. ഞങ്ങളെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു. മില്ലുകാരും അതേപോലെ തന്നെ സപ്ലൈകോയുമായുള്ള കഴിഞ്ഞകാല ഇടപാടുകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരുന്നയിച്ച പ്രധാനപ്പെട്ട പഴയ കാലത്തെ അവരുടെ നഷ്ടപ്രതിഫലത്തിൻ്റെ ഭാഗം 63.5 കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ ചർച്ച ചെയ്ത് കൊടുക്കാൻ തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ നെല്ല് എടുക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അവതരിപ്പിച്ചതൊക്കെ തന്നെ ചർച്ച ചെയ്തതിനൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് സഹകരിക്കാമെന്ന് പറഞ്ഞു പോയ മില്ലുകാർ യഥാർത്ഥത്തിൽ പിന്നീട് അവർ യോഗം ചേർന്ന് നെല്ല് സംഭരിക്കുന്ന രംഗത്തുനിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു ഘട്ടത്തിൽ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ്. കൊയ്തു വെച്ച നെല്ല് പാടത്ത് കിടക്കുമ്പോൾ മഴ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് കൃഷിക്കാരെ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാതെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് സഹകരണ മേഖല ഇടപെടാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് ക്യാബിനറ്റിൽ തന്നെ ചർച്ച ചെയ്ത് അതിനാദ്യം പാലക്കാട് ജില്ലയിൽ തുടക്കം കുറിക്കാൻ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ 3 മന്ത്രിമാർ ചേർന്ന് കൃഷ്ണൻകുട്ടി ചേട്ടനും ബഹുമാനപ്പെട്ട രാജേഷ് മിശ്ര ഞങ്ങൾ 3 പേരും ചേർന്നിട്ട് വിളിച്ചു ചേർത്ത യോഗം ജില്ലയിലെ പ്രമുഖരായ എല്ലാ സഹകാരികളും പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത സഹകരണ സംഘങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും 31 സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് അവർ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. ചില സംഘങ്ങൾക്ക് പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുള്ളത് ഗോഡൗണിൻ്റെ അപര്യാപ്തതയാണ്. ആ അപര്യാപ്തത പരിഹരിച്ചു കഴിഞ്ഞാൽ അവരും ഈ കാര്യം പരിഹരിക്കും, നെല്ലെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ ബാങ്ക് നെല്ല് സംഭരിച്ച് മില്ലുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്നൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു. അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റു സംഘങ്ങൾ കൂടി ഇതിന് തയ്യാറാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഇത് പൊതുവിൽ ഈ ജില്ലയിലെ തന്നെ ചില മില്ലുകാരുമായി നേരത്തെ തന്നെ നമ്മുടെ സഹകരണ സംഘങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അവർ കൂടുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രൂപത്തിൽ സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ ബാങ്കുകൾ നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ച അരി സപ്ലൈകോ ഏറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി. സപ്ലൈകോയുടെ പ്രതിനിധികളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളും ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇവിടുത്തെ സഹകരണ വകുപ്പിലെ പ്ലാനിംഗ് AR കൺവീനറായി കൃഷി ഓഫീസർമാരും അതുപോലെ തന്നെ സപ്ലൈകോഡ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സർക്കിൾ യൂണിയൻ ചെയർമാൻമാർ ഇവരെല്ലാം അംഗങ്ങളായി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ നിയോഗിച്ചു. ആ സബ് കമ്മിറ്റി ഇപ്പം തന്നെ യോഗം ചേർന്ന് ഈ ജില്ലയിൽ എവിടെയൊക്കെയാണ് സൗകര്യപ്രദമായ ഗോഡൗണുകൾ നെല്ല് സംഭരിച്ചു വയ്ക്കാനുള്ളതെന്ന് കണ്ടെത്തി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഗോഡൗൺ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സംഘങ്ങൾ അതനുസരിച്ച് നെല്ല് സംഭരിച്ച് ഗോഡൗണിലേക്ക് മാറ്റി മില്ലുകാരുമായി ധാരണയുണ്ടാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഇന്ന് രൂപം നൽകി. അരിയാക്കുന്നത് കൃത്യമായി സപ്ലൈകോ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുമ്പ് 28 രൂപ 20 പൈസയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കൃഷിക്കാർക്കുള്ള ആശ്വാസ നടപടിയുടെ ഭാഗമായി 30 രൂപയെ അത് പ്രഖ്യാപിക്കുകയുണ്ടായി.
രൂപ 2 പൈസയാണ് ഹാൻഡ്ലിംഗ് ചാർജായി കൊടുക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ കൊടുക്കുന്ന ഓരോ നെല്ലിൻ്റെ അളവിനനുസരിച്ച് ഇപ്പം ഈ തിങ്കളാഴ്ച കൊടുത്താൽ അടുത്ത തിങ്കളാഴ്ച പണം കൊടുക്കും. എന്നുവെച്ചാൽ വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ സപ്ലൈകോ പണം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ സപ്ലൈകോഡിൽ ഇപ്പോൾ ഫണ്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് കൃത്യമായി പണവും കിട്ടും. അപ്പോൾ സംഘക്കാർക്ക് വിഷമമുണ്ടാവില്ല, നെൽകൃഷിക്കാർക്ക് വിഷമമുണ്ടാവില്ല. PRS റെസിപ്റ്റ് കൃത്യസമയത്ത് തന്നെ തയ്യാറാക്കി കൃഷിക്കാർക്ക് കൊടുക്കണം, ആ സംഘക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അതിന് കാലതാമസം ചിലപ്പോൾ പാടശേഖര സമിതി ഒരു പാടത്തെ മുഴുവൻ തീർന്നതിന് ശേഷം റെസിപ്റ്റ് കൊടുക്കാം എന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് കാലതാമസങ്ങൾ പിന്നീട് വരിക. അത് വരാതിരിക്കാൻ ഇന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. സപ്ലൈകോ അപ്പം തന്നെ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിൽ വിഷമം ഉണ്ടാവില്ല. ഭാവിയിൽ കൂടുതൽ ഗോഡൗൺ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലാണെങ്കിൽ ഇപ്പം നബാർഡിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി 2 കോടി രൂപ 7 വർഷക്കാലത്തേക്ക് 1% പലിശ നിരക്കിൽ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. കേരള ബാങ്കും സംസ്ഥാന ഗവൺമെൻറ്റും സബ്സിഡി നൽകിക്കൊണ്ട് 4% പലിശയ്ക്കാണ് നബാർഡ് തരുന്നത്. 3% ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്, 1% പലിശയാവും. അപ്പം അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഭാവിയിൽ ഗോഡൗൺ നിർമ്മിക്കാൻ ഈ സംഘങ്ങൾ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സാഹചര്യം. ഈ നിലയിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാടിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് നെല്ല് സംഭരണം ഈ രൂപത്തിൽ ആരംഭിച്ച് ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ പ്രയാസങ്ങൾ അകറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അവരോടൊപ്പം നിലകൊള്ളുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമെടുത്തത് പ്രായോഗികമായി നടപ്പാക്കാൻ പോവുകയാണ്. അതിന് സബ് കമ്മിറ്റി ഇപ്പോൾ കൂടി ഭാവി പരിപാടികൾക്ക് ഒരു രൂപവും നൽകി. ഇതാണ് ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും